السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم. الدنيا مزرعة الآخرة. ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നാം ധാരാളമായി ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുവാൻ നാം ശ്രമിക്കും. സയ്യിദുന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിനും അല്ലാത്ത സമയത്തും ധാരാളം ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് പിന്തുടരുകയുണ്ടായി. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 100 ആയത്ത് കഴിഞ്ഞാൽ നിർത്തുമെന്ന് കരുതി. പക്ഷേ അതിനുശേഷം സൂറത്ത് ആലിമ്രാനും സൂറത്ത് നിസാ ഓതുകയും ചെയ്തതിനു ശേഷമാണ് റുക്കൂവിലേക്ക് കടന്നത്. അതിനുശേഷം ഇഅ്തിദാലിലേക്ക് ചെയ്ത് കടന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിൽ കിടക്കുകയുണ്ടായി. നഹ്വ മിൻ ഖിയാബിഹി, എത്ര സമയം നിന്നോ അത്രയും സമയം സുജൂദിൽ കിടക്കുകയുമുണ്ടായി. ആ സുജൂദിൽ കിടന്നുകൊണ്ട് സയ്യിദുനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരച്ചിൽ കേൾക്കുകയുണ്ടായി. വിറക് ചട്ടി എണ്ണയിൽ പൊരിക്കുന്നത് പോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെഞ്ചിൽ നിന്ന് വരുന്ന ശബ്ദം ഈ സ്വഹാബി കേട്ടത്. അതിനാൽ നാമും ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളുടെ പേരിൽ ഖേദം പ്രകടിപ്പിച്ചു അള്ളാഹുവിലേക്ക് നാം മടങ്ങുക. മഅസൂമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇങ്ങനെ അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കരയുമായിരുന്നുവെങ്കിൽ നാമും ധാരാളമായി അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് നാം മടങ്ങുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല കബൂലാക്കുകയും ചെയ്യുമാറാകട്ടെ.